ഞാൻ പ്രതിയോടൊത്ത് ചേർന്ന് ഞാൻ മറ്റേ പ്രതിയെ അനുകൂലിച്ച്, അതായത് ബോബി ചെമ്മണ്ണൂർജിയെ അനുകൂലിച്ച് ഹണി റോസിനെതിരെ പരാമർശം നടത്തി എന്നുള്ളതാണ് എനിക്കെതിരെ കംപ്ലൈന്റ് എടുത്തത്. ഇപ്പം ജസ്റ്റിഫിക്കേഷൻ ഓഫ് മർഡർ, ഒരു കൊലപാതകത്തെ നമ്മുടെ KR മീരയ്ക്കെതിരെ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. ഒരു ഫെമിനിറ്റിയെയും അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവരെ എല്ലാം നമ്മൾ കേസെടുക്കൊന്നും എനിക്കറിയില്ല, അത് പോലീസിന്റെ കയ്യിലാണ്. പക്ഷെ നമ്മൾ ചെയ്യാനുള്ള പണി നമ്മൾ കൃത്യമായിട്ട് ചെയ്യും. അതായത് ഞാൻ പ്രതിയോടൊത്ത് ചേർന്ന് ഞാൻ മറ്റേ പ്രതിയെ അനുകൂലിച്ച്, അതായത് ബോബി ചെമ്മണ്ണൂർജിയെ അനുകൂലിച്ച് ഹണി റോസിനെതിരെ പരാമർശം നടത്തി എന്നുള്ളതാണ് എനിക്കെതിരെ കംപ്ലൈന്റ് എടുത്തത്. ഇപ്പം ജസ്റ്റിഫിക്കേഷൻ ഓഫ് മർഡർ, ഒരു കൊലപാതകത്തെ ന്യായീകരിച്ച് ആ കൊലപാതകം മരിച്ച ആളെ അപഹസിക്കുന്ന രീതിയിൽ, അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ച്, കോടതി വിധിയെ അടക്കം അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ച് വിദ്വേഷ പ്രസംഗം നടത്തിയ KR മീരയ്ക്കെതിരെ ഉള്ളൊരു പരാതിയാണ്. നമ്മുടെ KR മീരയ്ക്കെതിരെ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. ആ കംപ്ലൈന്റ് രാവിലെ തന്നെ ഈ ജൂറിസ്ഡിക്ഷൻ പ്രശ്നമല്ല, ഇന്റർനെറ്റിലൂടെ ഒക്കെയാണല്ലോ വരുന്നത്. അതുകൊണ്ട് സെൻട്രൽ പോലീസ് സ്റ്റേഷൻ തന്നെ. മാഡം ആരോടാ സംസാരിക്കേണ്ടത്? ഞാൻ ഓൾറെഡി SHO സെൻട്രൽ EKM.PO ഒരു പരാതി അയച്ചിട്ടുണ്ട്. ഫോർമലി തന്നെ ഒരു പരാതി അയച്ചിട്ടുണ്ട്. അപ്പൊ ആ പരാതി കിട്ടിയോ എന്നൊന്ന് എനിക്ക് അറിയാൻ പറ്റുമോ? ഇപ്പൊ ഇമെയിൽ അയച്ചിട്ടുണ്ട്. ആ പരാതി കിട്ടിയോ എന്നൊന്ന് അറിയാൻ പറ്റുമോ? അതായത് ഞാൻ പ്രതിയോടൊത്ത് ചേർന്ന് ഞാൻ മറ്റേ പ്രതിയെ അനുകൂലിച്ച്, അതായത് ബോബി ചെമ്മണ്ണൂർജിയെ അനുകൂലിച്ച് ഹണി റോസിനെതിരെ പരാമർശം നടത്തി എന്നുള്ളതാണ് എനിക്കെതിരെ കംപ്ലൈന്റ് എടുത്തത്. ഇപ്പം ജസ്റ്റിഫിക്കേഷൻ ഓഫ് മർഡർ, ഒരു കൊലപാതകത്തെ ന്യായീകരിച്ച് ആ കൊലപാതകം മരിച്ച ആളെ അപഹസിക്കുന്ന രീതിയിൽ, അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ച്, കോടതി വിധിയെ അടക്കം അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ച് വിദ്വേഷ പ്രസംഗം നടത്തിയ KR മീരയ്ക്കെതിരെ ഉള്ളൊരു പരാതിയാണ്. പ്ലീസ് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുമെന്ന് നോക്കാം. ഓക്കെ, ലൈവായി തന്നെ നോക്കാം. നമസ്കാരം, രാഹുൽ ഈശ്വറാണ്. സാർ നമസ്കാരം. സാർ ഞാനൊരു ഇമെയിൽ അയച്ചിട്ടുണ്ട്, ഒരു പരാതിയാണ്. SHO സാർ ഞാൻ അയച്ചിരിക്കുന്ന അഡ്രസ് എന്ന് പറയുന്നത് SHO സെൻട്രൽ EKM.POL. സാർ അപ്പൊ കിട്ടിയോ എന്നൊന്ന് കൺഫേം ചെയ്യാമോ? ഇപ്പൊ ഒരു 2 മിനിറ്റ് മുമ്പ്. അപ്പൊ ഒന്ന് വിളിച്ചു പറയാൻ കൂടെ ചെയ്തതാ. ഇനി ഇതേപോലെ ഒരു ഫെമിനിറ്റിയെ വെറുതെ വിടുന്ന പരിപാടിയില്ല. നമ്മൾ 100% ഫൈറ്റ് ചെയ്ത് തന്നെ പോകും. ആദ്യം ശക്തമായിട്ട് അവരെ അടക്കം വിളിച്ച് കംപ്ലൈന്റ് ചെയ്യും. ഇതുകൊണ്ട് ആരെയും മൂക്കി കയറ്റൊന്നുമില്ല. ഇനി നാളെ ഒരു പക്ഷേ പരാതി കൊടുത്തു എന്ന് പറഞ്ഞ് ഗ്രീഷ്മ എന്ന അതിജീവിതയെ ഞാൻ അപമാനിച്ചു എന്ന് പറഞ്ഞ് ആരെങ്കിലും പരാതി കൊടുക്കുമെന്ന് അറിയില്ല. പക്ഷെ ചെയ്യേണ്ട പണി നമ്മൾ ചെയ്യും. അത് വിജയിക്കോ പരാജയപ്പെടുമോ എന്നൊന്നും എനിക്കറിയില്ല. ചെയ്യേണ്ട ജോലി നമ്മൾ എന്തായാലും ചെയ്യും. എന്റെ സ്ഥാനമാണ്. നമ്മൾ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. KR മീരയുടെ ജസ്റ്റിഫിക്കേഷൻ ഓഫ് മർഡർ ആൻഡ് ഹേറ്റ് സ്പീച്ച് എന്നിവയുള്ള പരാതി സാറേ വന്നിട്ടുണ്ടോ? മറ്റേ ഇത് വന്നിട്ടുണ്ടോ? താങ്ക് യു സാർ. ഞാൻ ഫോളോ അപ്പിന് വേണ്ടി വിളിച്ചോളാം സാർ. താങ്ക് യു. അതായത് സാറേ ഒരു കാര്യം സൂചിപ്പിച്ചോട്ടെ. അതായത് നമ്മുടെ കോടതി വിധി ഷാരോന്റെ കേസിൽ ഷാരിയെ കൊന്നതിനെ ന്യായീകരിച്ചുകൊണ്ട് ഈ ശ്രീമതി KR മീര, വലിയ നോവലിസ്റ്റ് ആണ്, അവർ സംസാരിച്ചിട്ടുണ്ട്. അവരുടെ ഫുൾ ടെക്സ്റ്റ്, അവർക്ക് ലഭ്യമായ വീഡിയോ ഒക്കെ ഞാൻ അയച്ചിട്ടുണ്ട്. കൊലപാതകത്തെ ന്യായീകരിച്ച് സംസാരിച്ചതാണ് അവര്. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ഞാൻ അതിന്റെ സെക്ഷൻസും വകുപ്പുകൾ 352, 353 അടക്കമുള്ള എല്ലാ വകുപ്പുകളും അതിൽ കൊടുത്തിട്ടുണ്ട്. സാർ ആരാ? അനീഷ് ജോയ് സാറാണോ? ആരാ? അനീഷ് ജോയ് സാറിനോട് ഒന്ന് പറഞ്ഞേക്കണേ സാർ പ്ലീസ്. ഒരു ഫെമിനിറ്റിയെയും അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവരെ എല്ലാം നമ്മൾ കേസെടുക്കൊന്നും എനിക്കറിയില്ല, അത് പോലീസിന്റെ കയ്യിലാണ്. പക്ഷെ നമ്മൾ ചെയ്യാനുള്ള പണി നമ്മൾ കൃത്യമായിട്ട് ചെയ്യും. കുറച്ച് ദിവസങ്ങളിലായി വിവാദങ്ങൾക്കൊക്കെ നടുവിലാണ് എഴുത്തുകാരിയായ KR മീര. ഇപ്പോഴിതാ രാഹുൽ ഈശ്വറും KR മീരയ്ക്കെതിരെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ വീഡിയോസ് ആണ് നമ്മളിപ്പോ കണ്ടത്. ഈ ഒരു പുള്ളിക്കാരത്തി രാഹുൽ ഈശ്വറിനെതിരെയും പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ഹണി റോസും ബോച്ചെ വിഷയത്തിൽ തന്നെയായിരുന്നു. ഹണി റോസിനെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞായിരുന്നു ഇവര് പരാതി കൊടുത്തത്. എന്തായാലും ആ ഒരു പരാതിക്ക് ഒരു മറുപരാതി എന്നുള്ള രീതിയിൽ തന്നെയാണ് രാഹുൽ ഈശ്വരും ഇവിടെ പരാതി കൊടുത്തിരിക്കുന്നത്. അതും ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പരാതി വാലിഡ് ആണോ എന്ന് ചോദിച്ചാൽ വാലിഡ് ആണ്. കാരണം നമ്മൾ പോലും ആ ഒരു കഷായം ഗ്രീഷ്മയ്ക്ക് ആ ഒരു വധശിക്ഷ കൊടുത്തതിൽ ഏറെ പേരും സന്തുഷ്ടരാണ്. അതിലെ ചില ആളുകൾ മാത്രമാണ് ഈ ഒരു ശിക്ഷ കൊടുത്തത് കൂടിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നത്. അതിലെ ഏറ്റവും മെയിനായിട്ട് വന്നത് കമാൽ പാഷ, മുൻ ഹൈക്കോടതി ജഡ്ജിയായ കമാൽ പാഷ, അതുപോലെ തന്നെ ശ്രീലേഖ IPS, ഇപ്പോഴിതാ ഈ ഒരു KR മീരയും. ഇവരെല്ലാം കഷായം ഗ്രീഷ്മയ്ക്ക് സൈഡ് നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. അതും കേരളം ഞെട്ടിയ അരുൺ കൊലയിലെ പ്രതിയെ ന്യായീകരിച്ചുകൊണ്ട് വളരെ ലാഘവത്തോടെ സംസാരിച്ചാണ് ഈ ഒരു എഴുത്തുകാരി ഇതിന്റെ പുലുവാല് പിടിച്ചത്. കോഴിക്കോട് നടന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലാണ് എഴുത്തുകാരി KR മീര ഷാരോൺ രാജ് വധക്കേസ് മുൻനിർത്തിക്കൊണ്ട് വളരെ തമാശയായുള്ള രീതിയിലാണ് പുള്ളിക്കാരി രംഗത്ത് വന്നത്.
എന്നാൽ ഈ ഒരു തമാശ സൈബർ ഇടങ്ങളിലൊന്നും ആർക്കും പിടിച്ചിട്ടില്ല. ഇത് ചർച്ചയായതോടെ വിമർശനവും ശക്തമായി. ഷാരോൺ രാജ് വധക്കേസുമായി ബന്ധപ്പെട്ട കൊലപാതകത്തെ തമാശയാക്കിയിട്ടുള്ള സംസാരമാണ് വിവാദവുമായിരിക്കുന്നത്. ഒരു ബന്ധത്തിൽ നിന്നിറങ്ങിപ്പോവാൻ സ്ത്രീകൾക്ക് സമൂഹം അനുമതി നൽകാത്ത പക്ഷം അവൾ കുറ്റവാളി ആയേക്കാമെന്നാണ് മീര പറയുന്നത്. അതായത് മീര പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: ചില സമയത്തൊക്കെ കഷായം കൊടുക്കേണ്ടി വന്നാൽ പോലും സ്ത്രീക്ക് ഒരു ബന്ധത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാനുള്ള സ്വാതന്ത്ര്യമില്ലാതെയായാൽ ചിലപ്പോൾ അവൾ കുറ്റവാളിയായി തീരും. ഈ കുറ്റകൃത്യത്തിലേക്ക് അവളെ നയിക്കാതിരിക്കുക എന്നുള്ളത് ഇപ്പറഞ്ഞ എല്ലാം തികഞ്ഞ കാമുകന്റെ കടമയും കർത്തവ്യവുമാണ്. അത് ചെയ്യാതിരിക്കുമ്പോഴാണ് ഈ വക പ്രശ്നമുണ്ടായിരുന്നത് എന്നായിരുന്നു KR മീര വേദിയിൽ നിന്ന് പറഞ്ഞത്. നമ്മുടെ ഈ ഒരു പ്രമുഖ എഴുത്തുകാരി KR മീര പറഞ്ഞു വെച്ചത് വളരെ ക്രൂരമായിട്ടുള്ള ഒരു പ്രസ്താവന തന്നെയില്ലേ? ഷാരോൺ എന്ന ചെറുപ്പക്കാരനെ ഗ്രീഷ്മയ്ക്ക് കൊല്ലേണ്ടി വന്നത് എന്നത് ഒരു തരം ഹീനമായ ന്യായീകരണമാണത്. കോടതി ശിക്ഷ വിധിച്ച ഒരു കേസും കൂടിയാണിത്. ഒരു വൃത്തികെട്ട ചിരിയുടെ അകമ്പടിയോടെയാണ് സാഹിത്യകാരിയായ KR മീര സ്ത്രീ സമൂഹത്തോട് പറഞ്ഞു വെക്കുന്നത് എന്താണ്? അതിൽ KR മീര പറഞ്ഞ കാര്യം കേട്ടോ. അതായത് കുറ്റകൃത്യത്തിലേക്ക് അവളെ നയിക്കാതിരിക്കേണ്ടത് ഈ പറഞ്ഞ എല്ലാം തികഞ്ഞ കാമുകന്റെ കടമയും കർത്തവ്യവുമാണ് എന്നത്. ഇത് എങ്ങനെയാണ് ഒരു കാമുകന്റെ കർത്തവ്യം കടമയാകുന്നത്? അതായത് വിഷം കൊടുത്ത് ഒരു ആണിനെ കൊല്ലേണ്ടി വരുന്നത് ഒരു പെണ്ണിന്റെ മഹത്വം എന്നതുപോലെ ന്യായീകരിച്ച് വിളിച്ചു പറയുന്നത് ഇത്രയും പ്രശസ്തിയായ ഒരു സാഹിത്യ അക്കാദമി അവാർഡുകൾ വാരിക്കൂട്ടിയ ഒരു എഴുത്തുകാരിയാണ് എന്നത് ഓർക്കണം. ചിലപ്പോൾ ഈ ഒരു എഴുത്തുകാരി വിചാരിച്ചു കാണുമല്ലേ, സ്ത്രീകൾക്ക് മാത്രമായിരിക്കും ഇങ്ങനെ ബന്ധങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോരാൻ പറ്റാതെ വരുന്നത്. ഇതുപോലെ ബന്ധങ്ങളിൽ പെട്ടുകിടക്കുന്ന ഒരുപാട് പുരുഷന്മാരുമുണ്ട്. അതുപോലെ തന്നെ വളരെ പക്വതയോടെ ബന്ധങ്ങളിൽ നിന്ന് ഇറങ്ങി വന്ന് ജീവിക്കുന്ന അനേകം സ്ത്രീകളും അതുപോലെ തന്നെ പുരുഷന്മാരും സമൂഹത്തിലുണ്ട്. അതുപോലെ തന്നെ പരാതികൾ ബോധിപ്പിക്കാൻ പ്രത്യേക നിയമം, വനിതാ കമ്മീഷൻ എന്നൊക്കെ സ്ത്രീകൾക്കുള്ളിടത്ത് പുരുഷന്മാർക്ക് അത്തരം എന്ത് സാധ്യതകളാണുള്ളത്? ഒരു ബന്ധം ഇഷ്ടമല്ലെങ്കിൽ ഇറങ്ങി വരാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട്. എന്നാൽ ഒരു ബന്ധം തുടങ്ങുമ്പോൾ വ്യവസ്ഥകൾ പറഞ്ഞുകൊണ്ട് ആ ബന്ധം എടുക്കുമ്പോൾ അവസാനിപ്പിച്ചു പോകുവാൻ തക്കവണ്ണം പ്രായോഗികമായ എന്ത് കാര്യങ്ങളാണ് മനുഷ്യർ വിദ്യാഭ്യാസത്തിൽ നിന്നോ മാതാപിതാക്കളിൽ നിന്നോ വ്യക്തികൾ പഠിച്ചിട്ടുള്ളത്? ശരിക്കും പറഞ്ഞാൽ ഇന്ന് വിദ്യാഭ്യാസ സമ്പ്രദായത്തെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ ബന്ധങ്ങൾ എന്നോ എങ്ങനെ ഒരു ബന്ധത്തിൽ പെരുമാറണമെന്നോ അങ്ങനെയൊന്നും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടോ? ഒരു ജോലി കിട്ടാനും അറിവ് കിട്ടാനും ഒക്കെ പഠിപ്പിക്കുന്നതിനോടൊപ്പം ഒരു ബന്ധം തുടങ്ങുന്നതിന്റെ ഉത്തരവാദിത്വവും അതിന്റെ അനന്തര ഫലങ്ങളും വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ഭാഗമാക്കാനും എന്നല്ലേ ചർച്ച ചെയ്യേണ്ടത്? അതുപോലെ തന്നെ ഒരു വിവാഹം നടത്തുമ്പോൾ വിവാഹം എന്താണെന്നും ധനം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും വ്യക്തമായി പഠിപ്പിച്ചിരിക്കണം. മാനസികവും ശാരീരികവുമായ അതിക്രമങ്ങൾ നേരിടാൻ സ്ത്രീയെയും പുരുഷനെയും പഠിപ്പിക്കണം. വിവാഹമോചനവും അവിടെ ഉണ്ടാകുന്ന അനന്തര ഫലങ്ങളും അതിനോടൊപ്പം പറഞ്ഞു കൊടുക്കേണ്ടതും ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് ഒന്നാണ്.